പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും പതിവ് പോലെ പ്രഭാത ചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നടത്തിയത് അപ്പോസ്തലിക ശുശ്രൂഷയെക്കുറിച്ചാണ്. ഒരു അപ്പോസ്തലൻ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. കേവലം സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളല്ല അപ്പോസ്തലൻ, മറിച്ച് പീഡനകൾ, യാതനകൾ, ദുഃഖങ്ങൾ, വേദനകൾ ഒക്കെ സഹിച്ച് പലയിടങ്ങളിൽ കടന്നുപോയി സഭ സ്ഥാപിക്കുന്ന ഒരാളെയാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്, ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകനെ കുറിച്ചാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ നാം മലാക്കിയുടെ പുസ്തകം വരെ വായിച്ചാൽ പ്രവചന ശുശ്രൂഷ നടത്തിയിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, അവരുടെ പേരുകളൊക്കെ നമുക്ക് കാണാപ്പാഠമാണ്. പഴയ നിയമകാലഘട്ടത്തിൽ പ്രവാചക വര്യന്മാരിൽ അഗ്രഗണ്യനായിരുന്ന നാഥാൻ, ഏലിയാവ്, ഏലീശ, ഇങ്ങനെ തുടങ്ങിയ പ്രമുഖർ. വീണ്ടും നമുക്കറിയാം, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ തന്നെ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ ആ പ്രവചന ശബ്ദം എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശുശ്രൂഷയായിരുന്നു. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തരായ പ്രവാചകന്മാരെ പോലെയല്ല പുതിയ നിയമസഭയിൽ ഒരു പ്രവാചകനെ ദൈവം നിയമിച്ചാക്കിയത്. നമുക്കറിയാം, 5 വിധ ശുശ്രൂഷ ഗണങ്ങളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഒരു പ്രവാചകന് ഉള്ളത്. ഒരു പ്രവാചകന്റെ ദൗത്യം പുതിയ നിയമസഭയ്ക്കകത്ത് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. പുതിയ നിയമസഭയ്ക്കകത്തൊരു പ്രവാചകനെ ദൈവം നിയമിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ദൈവസഭയെ ആത്മീയമായി പണിയുക എന്നുള്ളതാണ്. രണ്ടാമതായി, ദൈവഹിതം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമതായി, വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുക. ഇവയ്ക്കാണ് ഒരു പ്രവാചക ദൗത്യം പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ എഫേസ്യ ലേഖനം 4:11-12 നാം വായിക്കുമ്പോൾ ദൈവസഭയുടെ ആത്മീയ വർധനവിനായി ദൈവം ചിലരെ പ്രവാചകരാക്കി എന്ന് നാം വായിക്കുന്നു. പുതിയ നിയമത്തിലെ പ്രവാചക ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങൾ ഞാൻ മുൻപ് ഓർപ്പിച്ചു. ദൈവസഭയെ ആത്മീയമായി പണിയുക എന്നുള്ളതാണ്. തകർന്ന് തരിപ്പണമാകുന്ന ഒരു സഭയെ വീണ്ടും പിച്ചു ചിന്തി 4 കഷണങ്ങളാക്കുന്നതല്ല ഒരു പ്രവാചക ദൗത്യമെന്ന് പറയുന്നത്. ഒരു പ്രവാചക ദൗത്യം കുടുംബങ്ങളെ ശിഥിലമാക്കുക എന്നുള്ളതല്ല. ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് തകർന്ന ഹൃദയങ്ങളെ വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുക എന്നുള്ളതല്ല.
മറിച്ച് പ്രവാചക ദൗത്യം പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം ദൈവസഭയെ പണിയുക, തകർന്ന വ്യക്തി ജീവിതങ്ങളെ പണിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ ആ ദൗത്യം തകർന്ന് തരിപ്പണമായ ദൈവസഭയ്ക്ക് അവരെ എന്നും ഒരു താങ്ങായി തണലായി നിൽക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനി പ്രവചന ശബ്ദത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, പ്രവചിക്കുന്നവൻ മനുഷ്യർക്ക് ആത്മീയ വർധനവും പ്രബോധനവും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നുവെന്നാണ് കൊരിന്ത്യർ ലേഖനം 14:3 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി മാത്രമല്ല, ദൈവഹിതം വെളിപ്പെടുത്തുക, ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും ദിശാബോധങ്ങളും സഭയ്ക്ക് നൽകുക എന്നുള്ളത് പ്രവാചക ദൗത്യമാണ്. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് അപ്പോസ്തല ശുശ്രൂഷയെ സഹായിക്കുക. നേതൃത്വ തീരുമാനങ്ങളിൽ പ്രവാചകന്മാർക്കൊരു മുഖ്യ പങ്ക് ഉണ്ട്. അതുമാത്രമല്ല, പ്രവചന ശുശ്രൂഷയുടെ യഥാർത്ഥ മുഖം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ്. ഇന്നത്തെ പല പ്രവാചകന്മാരും സ്വന്തം നാമം മഹത്വം എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മെ പ്രവചന ശുശ്രൂഷയിലാക്കി വെച്ചത് നമ്മുടെ നാമത്തിൻ്റെ മഹത്വം ഉയരുവാനല്ല, മറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എനിക്കല്ല അങ്ങയുടെ നാമം മഹത്വപ്പെടണം. ആകയാൽ പ്രവചന ശുശ്രൂഷയിൽ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമോസ്.